രാജ്യസഭയിൽ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് തുടക്കമാവുകയാണല്ലോ. ലോക്സഭയിലെ ചർച്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആയിരിക്കും ഈ ചർച്ചയ്ക്ക് തുടക്കമിടുക എന്ന് മനസ്സിലാക്കുന്നു. ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് രാജ്യസഭയിൽ ഇന്നും നാളെയും 2 ദിവസം സഭയുടെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് പ്രത്യേക ചർച്ച നടത്തുന്നത്. ആ ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടക്കം കുറിക്കും. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഛത്തീസ്ഗഡിൽ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുത്തതിനാൽ സഭയിലെത്തിയില്ലെങ്കിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആയിരിക്കും ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുക. പിന്നീട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രധാനപ്പെട്ട അംഗങ്ങൾ, കക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാരതത്തിന്റെ മുൻപോട്ട് പോക്കുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉണ്ടാകും, അവരുടെ പ്രസംഗമുണ്ടാകും. ഇന്നും നാളെയും 2 ദിവസമാണ് രാജ്യസഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസംഗം അല്ലെങ്കിൽ അതിനുള്ള ചർച്ചയ്ക്കുള്ള അവസരം നൽകിയത്. BJP-യുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള JP നദ്ദ, കോൺഗ്രസിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ നിരവധി നേതാക്കൾ രാജ്യസഭയിൽ സംസാരിക്കും. ഈ ചർച്ചയ്ക്ക് ഏറ്റവും ഒടുവിൽ മറുപടി പ്രസംഗം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സംസാരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ലോക്സഭയിൽ വെള്ളി, ശനി ദിവസങ്ങളിലായിരുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകൾ നമുക്ക് മുൻപിലുണ്ട്. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുൻപ് അധികാരത്തിലിരുന്നപ്പോഴെല്ലാം തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ ചവിട്ടിയരച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എപ്പോഴും അധികാരം വേണോ, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമോ എന്ന ചോദ്യം ഉയരുമ്പോൾ അധികാരത്തിനൊപ്പം നിന്നുകൊണ്ട് ഭരണഘടനയെ ചവിട്ടിമതിക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും രാജ്യത്ത് കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന വിമർശനം മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്നു. പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സഭയിൽ നടന്നു. അതിൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അബദ്ധം പിണയുന്നത്, പ്രിയങ്കയുടെ പ്രസംഗത്തിൽ അബദ്ധം പിണയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിതമാണെന്നും ലോകത്തിന്റെ മറ്റെവിടെയും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ വിവേചനം നേരിടുകയാണ്. ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മറ്റു ന്യൂനപക്ഷങ്ങൾ, ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നെങ്കിൽ ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച. അത്തരത്തിൽ വിവിധ തരത്തിൽ കൂർത്ത മുനകളുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗം, ഭരണഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ഒപ്പം പ്രതിപക്ഷ നേതാക്കളും നടത്തിയിരുന്നു. ഇന്നു മുതൽ രാജ്യസഭയിൽ ചർച്ച ആരംഭിക്കുകയാണ്. ഇന്നും നാളെയും ചർച്ച നടക്കും. നേരത്തെ ഇന്ന് പാർലമെന്റ് ആരംഭിക്കുമ്പോൾ ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ല് അർജുൻ റാം മേഘ്വാൾ കേന്ദ്രമന്ത്രി അവതരിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ പോലും അത് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള ചാർട്ടിൽ ലോക്സഭാ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ചാർട്ടിൽ ആ ബില്ലിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ല് അടുത്ത ദിവസം അകത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് ഒരു അവസരത്തിലേക്ക് മാറ്റിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാസം 20 വരെയാണ് നിലവിൽ ലോക്സഭയും രാജ്യസഭയും പാർലമെന്റിന്റെ സമ്മേളന കാലാവധി മുൻപേ നിശ്ചയിച്ചത്. കഴിഞ്ഞ മാസം 25-ന് ആരംഭിച്ച് ഡിസംബർ 20 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രാജ്യസഭയിലെ ചർച്ചകൾ പൂർത്തിയാക്കിയാൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ സഭാ നടപടികൾ നേരത്തെ പൂർത്തിയാക്കി പിരിയാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അനു.